സിംഗപ്പൂരിലേക്ക് ടെമ്പററി പാസ് അവൈലബിൾ ആണ്. ടെമ്പററി പാസ് നോക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ സ്കാമിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാർട്ട് 3 ആണ്. TEP പാസ്. അതായത് ഈ പാസിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പാസ് എന്നാണ്. പക്ഷെ ഏജൻസിക്കാർ എന്ത് പറഞ്ഞിട്ടാ ഈ പാസ് വെക്കുന്നതെന്ന് അറിയോ? ടെമ്പററി പാസ് എന്ന് പറഞ്ഞിട്ട്. വന്നിട്ടാ എന്റെ ചേച്ചി തന്നെ എനിക്ക് ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് അയച്ചു തന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതിന്റെ അടിയിൽ കമന്റ് കണ്ടിട്ട് ഞാൻ അതിലേറെ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് 2 മലയാളികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഉഡായിപ്പ് പാസ്സാണ്, ഇതിലൊന്നും പോവരുത്, ലൈഫ് മൂഞ്ചി പോകുന്ന പറഞ്ഞിട്ടുള്ള കമന്റ് ആയിരുന്നു എന്റെ താഴെ ഉണ്ടായിരുന്നത്. ഞാൻ അപ്പൊ തന്നെ, എന്റെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, ഞാൻ അപ്പൊ തന്നെ 2 പേർക്ക് മെസ്സേജ് അയച്ചു. അതിലൊരു പുള്ളി രാവിലെ ഒരു 7 മണിക്ക് ആയപ്പോൾ എനിക്ക് റിപ്ലൈ അയച്ചു. ഞാൻ അപ്പൊ തന്നെ പുള്ളിനെ വിളിച്ച് കാര്യം ചോദിച്ചു. അപ്പൊ പുള്ളി ഇട്ട കമന്റ് ഇതായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ വന്നു, പുള്ളിക്കാരൻ സിംഗപ്പൂർ കടക്കാൻ പറ്റിയില്ല, പുള്ളിക്കാരൻ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ മാന്യമായിട്ട് പറഞ്ഞു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാസില് ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പാസിന് എന്തോ ആണ്. പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തോ വർക്ക് പെർമിറ്റ് എന്നോ ആ രീതിക്ക് എന്തോ ആണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലൊരു എന്താ പറയാ മിസ്മാച്ചിങ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എമിഗ്രേഷൻ അവര് പറഞ്ഞു വിട്ടു തിരിച്ച് ഇന്ത്യയിലോട്ട്. ഇതേ പാസിൽ തന്നെ കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാസ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതായത് ഒരു കമ്പനി, സിംഗപ്പൂരിൽ ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇപ്പൊ ഇന്ത്യയിലൊരു ഓഫീസിലെന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ത്യയിലുള്ള ഓഫീസുള്ള പുള്ളിക്ക് സിംഗപ്പൂരിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം, ഇവരുടെ കമ്പനി ഒരു ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ പുള്ളിക്കാരന് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ആള് ജോലിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഈ കൺട്രി വിസിറ്റ് ചെയ്യാൻ വരുന്നതല്ല. അപ്പൊ അങ്ങനെ ജോലിക്കായിട്ടാണ് വരുന്നതെങ്കിൽ പുള്ളിക്കാരന് ഒരു ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പാസ് വേണം. ആ ഒരു പാസ്സാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം. അതായത് സ്കില്ലുള്ള ആളുകളെ അവരുടെ സ്കില്ല് ഒന്നെങ്കിൽ ഈ രാജ്യത്തിന് ബെനിഫിറ്റ് ആവുന്ന രീതിക്ക്, ഒന്നെങ്കിൽ അതുവഴി ഇവിടെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്കില്ല് ആ കമ്പനിക്കോ അയാൾക്കോ ബെനിഫിറ്റ് ആവുന്ന രീതിക്ക് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ പർപ്പസ്. പക്ഷെ ഈ പാസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പല ഏജൻസിക്കാരും ഉഡായിപ്പ് കാണിച്ച് ഇതൊരു എംപ്ലോയ്മെന്റ് പാസ് ആക്കാണ്. ഏത് 3 മാസം മാത്രമാണ് ഈ പാസിന് വാലിഡിറ്റി ഉള്ളത്. ചിലർ പറയുന്നത് 5 മാസം ഉണ്ടെന്ന്. അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സംഭവം അത് എക്സ്റ്റെൻഡ് ചെയ്തതല്ല. എൻ്റെ അറിവ് പ്രകാരം ഏതൊരു പാസും ഇവിടെ വെച്ച് പാസിന്റെ എക്സ്പയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം എക്സ്റ്റൻഷൻ തരും. ആ എക്സ്റ്റൻഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അല്ലാതെ കയ്യിലുള്ള പാസ് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതല്ല. അതിപ്പോ ഏത് പാസ് ആയാലും, എസ് പാസ് ആയാലും, ഞങ്ങളുടെ സ്റ്റുഡന്റ് പാസ് ആയാലും, പണ്ട് ഞങ്ങളുടെ സ്റ്റുഡന്റ് പാസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും അവരൊരു എക്സ്റ്റൻഷൻ തരും ഒരു 2 മാസത്തേക്ക്. അതാണ് ഈ സംഭവം. ആ എക്സ്റ്റൻഷൻ തന്ന സമയത്ത് ഒരിക്കലും ജോലി എടുക്കാൻ പാടത്തില്ല. പക്ഷെ ചില ഏജൻസിക്കാർ പറയണത് 3 മാസം വിസ, അത് കഴിഞ്ഞ് 2 മാസം എക്സ്റ്റൻഷൻ, അത് കഴിഞ്ഞാൽ ഈ വിസ 3 വർഷത്തെ വർക്ക് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ യാതൊരു ഉറപ്പും ഗവൺമെന്റ് വിസയ്ക്ക് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, TEP പാസിന്റെ മെയിൻ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. അല്ലാതെ ഇതൊരിക്കലും ഒരു വർക്ക് പെർമിറ്റ് പോലത്തെ, അല്ലെങ്കിൽ ഒരു എസ് പാസ് പോലത്തെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് പാസ് പോലത്തെ സംഭവമേ അല്ല. കുറെ പേര് ഇതിൽ വന്നിട്ട് പണിയെടുത്ത് സാലറി കിട്ടാതെ തിരിച്ചു പോയവരുണ്ട്, കുറെ പേരെ കാശ് ഏജൻസിക്കാർ മുക്കിയവരുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക, TEP പാസ് എന്ന് പറയുന്നത് ടെമ്പററി പാസ് അല്ല, ഇതൊരു ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പാസ് ആണ്. ഈ എംപ്ലോയ്മെന്റ് പാസ് എടുക്കുന്നത് പല വലിയ കമ്പനിക്കാരുടെ പേരിലും വർക്ക് ചെയ്യേണ്ടത് വേറെ പല കമ്പനികളിലൊക്കെയാണ്. മനസ്സിലായില്ലേ? അതായത് ഇത് കൊടുക്കാൻ പറ്റുന്ന കമ്പനികൾ എടുത്തു കൊടുക്കും. അത് ഏജൻസിക്കാരുടെ ഒരു തട്ടിപ്പാണ്. അവരങ്ങനെ എടുത്തു കൊടുക്കും. ഈ വരുന്നവർക്ക് അറിയോ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് അപ്ലൈ ചെയ്തത്, അങ്ങനെ ഒന്നും ഇവർക്ക് അറിയില്ല. ഇവര് വരും, ഇവിടെ വർക്ക് ചെയ്യും. എന്നെ ഒരു മുന്നേ, ഒരു 6 മാസം മുന്നേ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വക്കീലിന്റെ അസിസ്റ്റന്റോ എന്തോ ഒരു പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അവരിങ്ങനെ TEP പാസിലോ എന്തോ വന്നതായിരുന്നു. അവരുടെ കമ്പനി 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ TEP പാസ് എക്സ്പയർ ആയി. പക്ഷെ എക്സ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് പിന്നെയും പണിയെടുപ്പിച്ചു. അവസാനം എന്തോ കാരണത്താല് ഇവരെ പോലീസ് പിടിച്ചു. എത്രയോ ദിവസം ഒരു ഓവർ സ്റ്റേ ആയി.
ഒരു കണക്കിന്റെ പുറത്ത് ഓവർസ്റ്റേ കഴിഞ്ഞാല് ഗവൺമെന്റ് എടുക്കുന്ന ഒരു നോർമൽ പ്രൊസീജിയർ ആണ് അവര് ടെററിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത്. അത് എല്ലാ കൺട്രിയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു കൺട്രിയിലും ഓവർസ്റ്റേ ചെയ്ത് കഴിഞ്ഞാല് അവര് ആ രീതിക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. നോർമലി ഒരു 10 ദിവസമോ 15 ദിവസമോ അറിയാതെ ഓവർസ്റ്റേ ചെയ്യുന്ന പോലെയല്ല 30 ദിവസത്തിന് മേലെ അല്ലെങ്കിൽ 60 ദിവസത്തിന് മേലെ ഒക്കെ ഓവർസ്റ്റേ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അങ്ങനെ അവരെ പോലീസ് പിടിച്ചു, അവസാനം അവരെ പാസ്പോർട്ട് മേടിച്ചു വെച്ചു. പിന്നെ അന്വേഷണങ്ങളായി, വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. അതെന്തായെന്നുള്ള കാര്യം എനിക്കിപ്പോ കറന്റ് അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഈ TEP പാസിന്റെ മറവിൽ നടക്കുന്നുണ്ട്. അതായത് പക്ക ഉഡായിപ്പ് പരിപാടി. എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്കാണ് സിംഗപ്പൂരുമായി ബന്ധപ്പെട്ട ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, TEP പാസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു എംപ്ലോയ്മെന്റ് പാസ് അല്ല. അത് ജസ്റ്റ് ഒരു ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അത് വെച്ച് ഇവിടെ വന്ന് ജോലി ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ച് 3 വർഷത്തെ ജോബിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ ഏജൻസിക്കാർ പറയുന്നത് അവരുടെ സ്വന്തം റിസ്കിലാണ്. അല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെന്റും, ഇവിടെ ഒരു ഗവൺമെന്റേ ഉള്ളൂ, ആ ഗവൺമെന്റ് ഇതിന് ഒരു ഗ്യാരണ്ടിയും കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ TEP പാസ് ഒക്കെ അപ്ലൈ ചെയ്ത് വരാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആ വീഡിയോയുടെ അടിയിലിട്ട കമന്റ് ഇട്ട ആ 2 പേരുടെയും കമന്റ് ഡിലീറ്റ് ചെയ്തു. ആ ആഡ് ഇട്ട ആൾക്കാർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോടെ ആ ഒരു ഉഡായിപ്പ് ആൾക്കാരാന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പൊ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പറയാം, TEP പാസ് ഉണ്ട്, പോന്നോ, ഇവിടെ വർക്ക് ഉണ്ട്, അങ്ങനെ ഒന്നല്ല. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള പാസ്, അതായത് വർക്ക് പെർമിറ്റ്, എസ് പാസ്, എംപ്ലോയ്മെന്റ് പാസ്, ഈ 3 പാസിലായിട്ട് ഇവിടെ ജോലിക്ക് വരാനായിട്ട് നോക്കുക. ഒരിക്കലും ഇതുപോലത്തെ തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ശരി.